മൈ ബോസ് ഈസ് എ ജൂയിഷ് കാർപ്പൻറ്റർ, എൻ്റെ അധികാരി യഹൂദനായ ഒരു ആശാരിയാണ്. ഒരു സ്റ്റൈലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പം അങ്ങനെയൊന്നും വെക്കുന്നില്ലെന്ന് തോന്നുന്നു. അത് ഭയങ്കര ഈസിയായ ഒരു കാര്യം, ഒത്തിരി ഈസിയായ ഒരു കാര്യമാണ് മൈ ബോസ് ഈസ് എ ജൂയിഷ് കാർപ്പൻറ്റർ എന്ന് പറയാൻ. ആരെയാ? ഈശോയെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ആർക്കും പറയാം, അല്ലേ? ആർക്കും പറയാം. ഈശോയെ ഒരു ഹീറോയായിട്ട് കാണുന്ന മറ്റൊരു മത വിഭാഗത്തിന്റെയോ മറ്റൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് പറയാം. ഇനി ഈശോയെ ഭയങ്കരമായിട്ട് ഒരു റോൾ മോഡലായിട്ട് കാണുന്ന ഒരു ലീഡർഷിപ്പ് റോളിൽ കാണുന്ന ഒരാൾക്ക് അയാൾ ഒരു ഫെയ്ത്തും ഫോളോ ചെയ്യണമെന്നില്ല. ലോകം കണ്ട ഏറ്റവും വലിയ വലിയ നേതാക്കന്മാരിലോ അല്ലെങ്കിൽ ഒരു ലീഡേഴ്സിലോ ഒരാളായിട്ട് ഈശോയെ കണ്ടുകൊണ്ട് അയാൾക്ക് പറയാം മൈ ബോസ് ഈസ് എ ജൂയിഷ് കാർപ്പൻറ്റർ. പക്ഷെ ഇത് വചനം വായിക്കുന്ന പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്ന ഒരാൾ പറയേണ്ട സ്റ്റേറ്റ്മെന്റ് അല്ല. ഒരു സ്റ്റൈലിഷ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. സ്റ്റൈൽ അല്ലല്ലോ വിശ്വാസം. ഈശോ ഇവിടെ വന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിച്ചത് ഞാനൊരു ആശാരിയാണ്, ഞാൻ നല്ല മരം പണിത് തരും, ഇതല്ലല്ലോ ഈശോ പറഞ്ഞ സുവിശേഷം. ഞാൻ ഉപമകൾ പറയും, ഞാൻ നല്ല കഥാകാരനാണ്, കഥ പറഞ്ഞു തരുന്ന ഒരാളാണ്, ഇതല്ലല്ലോ ഈശോ പറഞ്ഞത്. ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു, ഞാനൊരു വലിയ വലിയ സംഭവമാണ്, ഞാൻ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യും, ഇതല്ലല്ലോ ഈശോ പറഞ്ഞത്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനാണ്, അത് സമൃദ്ധമായിട്ട് ഉണ്ടാകാനാണ്. അപ്പൊ നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ടത് ജീവൻ കിട്ടാനാണ്, നിത്യജീവൻ കിട്ടാനാണ്, യഥാർത്ഥ ജീവിതം നയിക്കേണ്ടതിനാണ്, സ്വർഗ ജീവിതം നയിക്കേണ്ടതിനാണ്, ദൈവരാജ്യത്തിന്റെ സിറ്റിസൺസ് പൗരന്മാരാവേണ്ടതിനാണ്. അതിനുവേണ്ടിയിട്ട് ആ വിശ്വാസത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്.